ലാലി രംഗനാഥ് ഇപ്പോൾ ലാലിമ എന്ന പേരിൽ എഴുതുന്നു. കഥാസമാഹാരങ്ങളും നോവലുമായി 5 പുസ്തകങ്ങൾ. പുതിയ നോവലിൻ്റെ പണിപ്പുരയിലാണ്. തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും 25 വർഷമായി ബാംഗ്ലൂരിലാണ് കുടുംബത്തോടൊപ്പം താമസം. പ്രേമിൻ്റെ ഉൽക്ക എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറയണം എന്ന് ഉദ്ദേശിച്ചിരുന്നതെല്ലാം രമാ പിഷാരടി മേഡം പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകത്തിനെ കുറിച്ച്, ഈ ഉൽക്ക എന്ന പുസ്തകത്തിനെ കുറിച്ച് ഒന്നും പറയാൻ എനിക്ക് കഴിയില്ല. ഞാനൊന്ന് ഓടിച്ചു വായിച്ചു, മറ്റുള്ളവരുടെ ആസ്വാദനവും വായിച്ചു. പക്ഷേ ഇതിനു മുമ്പുള്ള ചെറുകഥാ സമാഹാരങ്ങളും നോവലും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പ്രേമിൻ്റെ. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, പ്രേമിൻ്റെ രചന ഏറ്റവും സലീം സാർ പറഞ്ഞ പോലെ റീഡബിലിറ്റി ഉള്ള ഒന്നാണ്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാൻ ഞാനതെല്ലാം വായിച്ചിട്ടുള്ളതുകൊണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രേം തന്നെയാണ് ഇതിൻ്റെ രചനയും പബ്ലിഷിങ്ങും കവർ പേജും എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പ്രേമിനെ ഒരു ആരാധനയോടെ നോക്കിക്കാണുന്ന ആളാണ്. ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേം വിളിച്ചപ്പോൾ എന്തായാലും പുസ്തക പ്രകാശനത്തിന് ഞാൻ വരും, പുസ്തകം വായിച്ചില്ലെങ്കിലും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രേമിൻ്റെ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, അതിനകത്തുള്ള എല്ലാ വികാരങ്ങളും ശരിക്കും സാധാരണ മനുഷ്യരുടെ, സാറ് പറഞ്ഞ പോലെ, പേര് വിട്ടുപോയി, സാറ് പറഞ്ഞ പോലെ സാധാരണ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ സാധാരണ മനുഷ്യരുടെ വികാരങ്ങൾ, അതാണ് കൂടുതൽ ഞാൻ അതിൽ പ്രതിഫലിച്ച് കണ്ടിട്ടുള്ളത്. പ്രേമിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള പ്രണയം, വിദ്വേഷം, സത്യസന്ധത അല്ലെങ്കിൽ ദേഷ്യം, ഇതൊക്കെ ഒരു വായനക്കാരൻ്റെ ജീവതാളവുമായിട്ട് അറിയാതെയെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് പ്രേമിൻ്റെ ഒരു എഴുത്തിൻ്റെ മികവ് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് പ്രേമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും എഴുത്ത് വഴിയിൽ പ്രേമിന് മുന്നോട്ടുള്ള യാത്ര വളരെ സുഗമമാകട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാ ആശംസകളോടും